ഈ ശബരിമല തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. 2 നാൾ കഴിഞ്ഞാൽ മകരവിളക്ക്. ശബരിമലയിൽ നിന്ന് തന്ത്രിയെ വരെ അകത്താക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും ശബരിമലയിലേക്ക് ഒഴുകുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അയ്യപ്പനിൽ വിശ്വാസം കൂടി വരികയാണ് ചെയ്യുന്നത്. തന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം കേരളമല്ല അയ്യപ്പ ഭക്തർ മുഴുവൻ നടുങ്ങിയ ഒന്നാണ് കേട്ടത്. തന്ത്രി അകത്തായി. ശബരിമല സംരക്ഷിക്കേണ്ട ആളാണ്, തീർച്ചയായിട്ടും ആ ആളാണ് ഇപ്പോൾ പൂജപ്പുര ജയിലിൽ കഴിയുന്നത്. ഇനി ആര് അടുത്തത് എന്ന ചോദ്യവും നിൽക്കുന്നുണ്ട്. ശബരിമലയിൽ സാക്ഷാൽ ശാസ്താവ് കഴിഞ്ഞാൽ പിന്നെ ആ ശക്തിയെ ആവാഹിച്ചിരിക്കുന്ന ഏക ശക്തി എന്ന് പറയുന്നത് തന്ത്രിയാണ്. അതുകൊണ്ടാണ് തന്ത്രിക്ക് അവിടെ യഥേഷ്ടം കയറാനും ഇറങ്ങാനും നട തുറക്കാനും നട അടയ്ക്കാനും ഒക്കെയുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ കൊള്ളയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ, ഒരു വർഷം 3 കോടി ജനങ്ങളാണ് വരുന്നത്. അപ്പം ഈ കാലങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു 10 വർഷമായാൽ 30 കോടി ജനങ്ങളാണ് അല്ലേ? ഈ എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ വരുന്ന കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഭക്തർ മുഴുവൻ കരഞ്ഞിട്ടുണ്ട്. മരിച്ച ഭക്തരുടെ ആത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ നടക്കുന്നുണ്ടാവും. കാരണം അയ്യപ്പനെ കുറിച്ചുള്ള വിശ്വാസം അത്ര വലുതാണ്. അയ്യനെ കണ്ടാൽ എല്ലാം നടക്കും എന്ന് വിശ്വസിക്കുന്ന കോടാനുകോടി ജനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ തള്ള്. അവിടെ കള്ളന്മാർ വസിക്കുന്നെങ്കിലും അവരെ നിഗ്രഹിച്ചുകൊണ്ട് അയ്യപ്പൻ അവിടെ നിൽപ്പുണ്ട് എന്നാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവിടെ ദുഷ്ടജനന്മാരെ നിഗ്രഹിക്കുന്ന ആ പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പൻ ഇപ്പോഴും അവിടെ ശക്തിയും ചൈതന്യവുമായി നിൽക്കുന്നു. അവിടെ തന്ത്രി തെറ്റ് ചെയ്താലും മന്ത്രി തെറ്റ് ചെയ്താലും കുതന്ത്രം കാണിച്ചാലും ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ എന്ത് ചെയ്താലും അതിനെ പിടികൂടാനായിട്ട് മന്ത്രി ഇവിടെ, പിന്നെ അയ്യപ്പൻ അവിടെ ഉണ്ട്, ശാസ്താവ് അവിടെ ഉണ്ട് എന്ന് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അയ്യപ്പൻ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്തുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ജനങ്ങൾ അവിടെ ഇപ്പോഴും ഭക്തജനങ്ങൾ. അതാണ് ഏത് വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലത്തും ശബരിമല അതിനെയെല്ലാം അതിജീവിച്ചിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇത് അയ്യപ്പനെ ഒരിക്കലും ഏശയില്ല. അത് ഈ നമ്മൾ പിന്നെ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെയാണ്. അതങ്ങനെ ഉരുണ്ടങ്ങ് പോവുകയുള്ളൂ. അത് അവിടെ ഏശയില്ല. അതിൻ്റെ പ്രഭ അത്ര വലുതാണ്. ആ സ്ഥാനം തന്നെ അത്ര വലിയ സ്ഥാനമാണ്. 18 പടികൾ എന്ന് പറഞ്ഞാൽ 18 മലകളാണ്. 18 ശ്രീകോവിലിന്റെ വാസ്തു പരശുരാമ നിർമ്മിതമാണല്ലോ. അതെ, ആ വാസ്തു എന്ന് പറയുന്നത് അതിൻ്റെ അന്തർഭാഗത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴും ആർക്കും നിശ്ചയമില്ല. ഇതെങ്ങനെയാണ് ഇത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്, ഈ മലയുടെ അവിടുത്തെ ബേസ്മെൻറ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ, ആ ശക്തി എങ്ങനെയാണ് അവിടെ കുടികൊള്ളിച്ചിരിക്കുന്നത്, അത് ഏതെല്ലാം നക്ഷത്രങ്ങളുടെയും പിന്നെ അദൃശ്യ ശക്തികളുടെയും ഒരു പവറിൻ്റെ മൂർത്തി കേന്ദ്രമാക്കി അവിടെ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അത്ഭുതകരമായ ഒരു ശക്തി അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത്, തേജസ് അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത്, ഊർജ്ജം അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത്. ഇത്രയും കോടി ജനങ്ങൾ വന്ന് തിക്കി തിരക്കി അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ ഒരു നിർവൃതി കിട്ടിയെന്ന് പറയുന്നവരാണ് ഈ കോടിക്കണക്കിന് വരുന്ന ആൾക്കാർ അല്ലേ? അത് എന്തുകൊണ്ടാണ്? ആ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നക്ഷത്രങ്ങൾ എത്രയാണ്? കോടാനുകോടിയാണ്. ഒരു സൂര്യനാണ് നമ്മൾ കാണുന്നത്. അതുപോലത്തെ കോടാനുകോടി, 1 കോടിയല്ല, 100 കോടിയല്ല, 10 കോടിയല്ല, 1000 കോടിയല്ല, കോടാനുകോടി നക്ഷത്രങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്രഭയെ ആവാഹിച്ചെടുത്തിരിക്കുന്ന ഒരു പോയിന്റാണത്. അങ്ങനത്തെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ പ്രത്യേക പൂജകളും പിന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിയാണ് ആ ശിലാപ്രതിഷ്ഠ വരെ നടത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് വൈകാരികമായ, അത്രയ്ക്ക് തീവ്രമായ ഒരു കേന്ദ്രമാണത്. അപ്പം അവിടെ പെട്ടെന്ന് മലീമസമാവില്ല. അവിടെ വരുന്നവൻ മലീമസമായ അവനെ ഭസ്മമാക്കാനായിട്ട് അയ്യപ്പൻ അറിയാം. അതാണ് നടക്കുന്നത്. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ തളർവാദം വന്ന് കിടപ്പ്, അത് സംശയം വേണ്ട. ഇനിയിപ്പോൾ ഒരു പ്രധാനമായിട്ട് 3 പേർ നിൽക്കുന്നുണ്ട് മുൾമുനയിൽ. അതെ അല്ലേ? അല്ല, അത് ഇപ്പോൾ SIT ഇപ്പോൾ അടുത്തേക്ക് പോകും. ഈ തന്ത്രിയെ പിടിച്ചത് തന്നെ അതുകൊണ്ടാണ്. തന്ത്രിക്ക് മുമ്പേ മന്ത്രി എന്ന് പലരും ചോദിക്കാറുണ്ട്. ആദ്യം മന്ത്രിയെ അല്ലേ പിന്നെ ചോദിക്കുക. ഈ മന്ത്രിയിലേക്ക് പോകേണ്ട ആ ശ്രദ്ധ തിരിക്കാനാണ് തന്ത്രിയിലേക്ക് പോയത് എന്നൊരു വർത്തമാനമുണ്ട്. അതിൽ എത്രത്തോളം ശരിയായിരിക്കും? അതുകൊണ്ട് പിന്നെ പത്മകുമാർ ഒരു അബദ്ധം പറഞ്ഞു, ദൈവതുല്യരായ ചിലര് എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ ദൈവതുല്യന് പകരം തന്ത്രിയെ പിടിച്ചിട്ടതാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുകയാണ് ഇപ്പം. അപ്പൊ യഥാർത്ഥ ദേവതുല്യയിലേക്ക് പോകാതിരിക്കാൻ ആ ദേവതുല്യനെ കിട്ടി, അത് തന്ത്രിയാണ് എന്ന് വരുത്തുകയാണോ എന്നും ഒരുപാട് പേര് സംശയം. ആ സൂചനയിലൂടെ തന്ത്രിയാണെന്ന് കരുതി. ഇനി ഇതുപോലുള്ള സൂചനകൾ മന്ത്രിയുടെ കാര്യത്തിലായാലും ഒക്കെ
പത്മകുമാർ കൊടുത്തിട്ടുണ്ടാവും. അതെ, പത്മകുമാറിനെ എടുത്ത് കാരണം ഇത് ജയിലെന്ന് പറയുന്നത് ക്യാബിനറ്റ് പോലെ വളരെ സുരക്ഷിതമായ സ്ഥലമാണ്. നമുക്ക് എന്ത് രഹസ്യവും പറയാം. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോകുന്ന ഒരു നിർദ്ദേശവും പാലിക്കാതിരിക്കില്ല. അപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ വീട്ടിൽ പോയാൽ നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ വേലക്കാരൻ കാണും, വഴി പോകുന്നവർ കാണും, അയൽക്കാരൻ കാണും. അത് യാതൊരു പ്രശ്നമില്ല. ജയിലിൽ കിടന്നാൽ ഹോട്ട്ലൈൻ ബന്ധം ആർക്കും പത്മകുമാറുമായിട്ട് ക്യാബിനറ്റിലെ ഏത് മന്ത്രിക്കും സ്ഥാപിക്കാൻ എളുപ്പമുള്ളത് ജയിലാണ്. അവിടെ ജയിൽ DGP മുതൽ അവിടുത്തെ വാർഡൻ വരെയുള്ളവർ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കും. എനിക്കത് പത്മകുമാറിന് എല്ലാം അറിയാം. സംശയം എന്താ? പത്മകുമാറിനാണ് എല്ലാം അറിയാവുന്നത്. പത്മകുമാറിന് അറിയാം, തന്ത്രിക്ക് അറിയാം, ഉണ്ണികൃഷ്ണൻ അറിയാം. ഇതൊക്കെ നല്ല പോലീസുകാരൻ 3 ചോദ്യം ചെയ്തതിൽ ഉണ്ണികൃഷ്ണൻ തന്നെ എല്ലാം പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ പറ്റാത്തതൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റിയ മാത്രം കിട്ടിയാൽ തന്നെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം എല്ലാത്തിനെയും അറസ്റ്റും ചെയ്യാം. പക്ഷെ ചെയ്യാത്തതല്ലേ? അതല്ലേ ഹൈക്കോടതി ചോദിക്കുന്നേ. ഇതെന്തായി വൈകുന്നേ താമസിക്കുന്നത് എന്താ? കിട്ടിയില്ലേ സാധനം? പ്രധാന സാധനമെല്ലാം മാളത്തിൽ അളയിലായല്ലോ. ഇനി എന്താ പിടികൂടാത്തത്? ഇതിനെ ഒരു പ്രത്യേക കോടതിയിലേക്ക് പോകും. പ്രത്യേക കോടതിയിലേക്ക് ഈ കേസ് പലയിടങ്ങളിലായിട്ട് കിടക്കും. ഇതിപ്പോൾ പലതായിട്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ CBIയും EDയും കൂടി അത് മുറുക്കും. കാരണം ഇത് ഇന്റർപോളിലേക്ക് പോയാലേ കാര്യം നടക്കുള്ളൂ. കാരണം വിദേശ ബന്ധം വന്നുകൊണ്ട് ഇറ്റലി ഉണ്ടെങ്കിൽ ഇറ്റലി, അല്ല ഇനി ജർമ്മനി ആണെങ്കിൽ ജർമ്മനി, ഇല്ല അമേരിക്ക ആണെങ്കിൽ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ ഗൾഫ് രാജ്യം. ഇവിടെ പോകണമെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ CBIക്ക് അതിന് കഴിയുള്ളൂ. അപ്പോൾ CBI വരണം. അതുപോലെ തന്നെ കള്ളപ്പണം, അതിപ്പോൾ നമ്മുടെ ക്രൈംബ്രാഞ്ചിനൊന്നും കള്ളപ്പണം കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കാനേ പറ്റുള്ളൂ. കാരണം അവരുടെ കൈകളൊക്കെ വിലങ്ങ് വയ്ക്കപ്പെട്ടിരിക്കുകയല്ലേ. അതല്ലേ ഹൈക്കോടതി ചോദിക്കുന്നത് എന്താ താമസിക്കുന്നത്, എന്താ ഹൈക്കോടതിക്ക് അറിയാം എന്താ താമസിക്കുന്നതെന്ന്. പിന്നെ ആ കാര്യം അവിടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ചോദിക്കാൻ പറ്റില്ല. താൻ താമസിക്കുന്ന ഇന്ന കാരണം കൊണ്ടല്ലേ എന്ന്, വൈകിക്കുന്നത് ഇന്ന കാരണം കൊണ്ടല്ലേ എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ കസേര അത്ര പവിത്രമാണ്. ഒരു ജുഡീഷ്യറിക്ക് ചോദ്യം ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ അന്വേഷണ സംഘവും വിധി പ്രഖ്യാപിക്കുന്നതിന് 2 ആയിരിക്കണമെന്നുകൊണ്ടാണ് നമ്മളെ ജുഡീഷ്യറി അങ്ങനെ 2 ആക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കോടതിയുടെ കീഴിൽ പോലീസിനെ കൊണ്ടുവരേണ്ടതല്ലേ? അത് കൊണ്ടുവരാത്തത് അതുകൊണ്ടാണ്. അന്വേഷണ സംഘം പ്രത്യേകമായി അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയ ചാർജ് കൊടുത്തുകൊണ്ട് അവർ അന്വേഷണം നടത്തണമെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തി ആ കൊണ്ടുവരുന്ന FIRഉം മറ്റ് റിപ്പോർട്ടുകളും കോടതിയിൽ തെളിവുകളും കോടതിയിൽ എത്തിക്കുകയും കോടതി അത് നിഷ്പക്ഷതയോടുകൂടി വീക്ഷിക്കുകയും അങ്ങനെ വിധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഹൃദയം എന്ന് പറയുന്നത്. നടപ്പിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇവിടെ അന്വേഷണം ആദ്യമേ അട്ടിമറിക്കും. പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഇപ്പോൾ പലരും കൈകടത്തുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പം തന്നെ ദിലീപിൻ്റെ വിധി ശരിയായില്ല എന്ന് ഇവിടുത്തെ പ്രോസിക്യൂട്ടർ ഇപ്പോൾ നോട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ അത് AGയുടെ അക്കൗണ്ടന്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കൂടെയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കേട്ടുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് പറയുന്നത്. അപ്പോൾ പലരും വിമർശിക്കപ്പെടുകയാണ്. നമ്മുടെ നാട് വളരെ മോശമായി വരികയാണ്. ഇപ്പോൾ ഒരു പഴുത് നമ്മുടെ ഭരണഘടനാ ശില്പികളും നമ്മുടെ നിയമ പണ്ഡിതന്മാരും ജൂറി എക്സ്പേർട്ടുകളും ഒക്കെ ചേർന്ന് നമ്മുടെ നിയമത്തിലൊരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1000 കുറ്റവാളികൾ പിടിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി പിടിക്കപ്പെട്ട് വെറുതെ ജയിലിൽ അടയ്ക്കപ്പെടരുത് എന്നുള്ള ഒരു എക്സ്ക്യൂസ് വെച്ചിട്ട് 1000 കുറ്റവാളികൾ അങ്ങ് പോവുകയാണ് ഇപ്പം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ശബരിമലയിൽ യുവതി പ്രവേശം നടന്ന സമയത്ത് ഈ ആചാരലംഘനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്ത്രിയാണ്, കണ്ഠരര് രാജീവാണ് അവിടെ ശുദ്ധിക്രിയകൾ നടത്തി ക്ഷേത്രനട അടച്ചിട്ടത്. അതെ, അന്ന് പിണറായിക്ക് ഇക്കാര്യത്തിൽ തന്ത്രിയോട് വലിയ വാശിയായിരുന്നു, പകയുണ്ടായിരുന്നു. തന്ത്രിയെ അവിടെ നിന്ന് മാറ്റണമെന്ന് വരെ തരത്തിലുള്ള നീക്കമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ ഒരുപക്ഷെ പിണറായി ചിരിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ നടന്ന സംഭവങ്ങളുടെ മുഴുവൻ ചുരുളഴിയണമെങ്കിൽ ഇതിൻ്റെ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ തട്ടിലേക്കും പോയാലേ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇത് ഏതൊക്കെയോ ലെവലിൽ നിർത്തി ഒതുക്കാനാണ് എന്ന് പ്രതിപക്ഷം പറയുന്നത് സത്യമാണ്. പക്ഷേ പ്രതിപക്ഷം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോളാണ്. മിണ്ടാതിരുന്നാൽ മതി, ജനം നിങ്ങൾക്ക് 10 സീറ്റും കൂടെ കൂടുതൽ തരും. VD സതീശൻ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. എന്താണ് മന്ത്രി അറസ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ബഹളം വെക്കേണ്ട. ബഹളം വെച്ചാൽ ചിലപ്പോൾ ഇനി അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? കാരണം LDFനും ജയിക്കണമല്ലോ. ജയിക്കാൻ വേണ്ടിയിട്ട് അത് ഇല്ലാതെ പറ്റില്ല. കാരണം LDFന് ക്ലീൻ ഹാൻഡോടുകൂടി പോകണമെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കുകയും വാസുവിനെ പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി. അതുപോലെ കടകംപള്ളിയിൽ ഒന്നുകിൽ കടകംപള്ളിയെ 100 ചോദ്യം ചോദിച്ച് 100ൻ്റെയും ഉത്തരം കൃത്യമായിരുന്നു എന്ന് പറഞ്ഞ് SIT കോടതി കൊടുക്കണം.
അല്ലാതെ ഇങ്ങനെ തൃശങ്കുവിൽ നിർത്തിയിരുന്നാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാനായിട്ട് കോടതിയിൽ ഇതുകൊണ്ട് കൊടുക്കണം. ഞങ്ങൾ 100 ചോദ്യം ചോദിച്ചു. 100 ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ ഉത്തരമാണ് തന്നിരിക്കുന്നത്. യാതൊരു കൺഫ്യൂഷനും ഇല്ല, അതിനകത്ത് ദുരൂഹത ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുന്ന വിധത്തിൽ ഈ 100 ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ കൊണ്ട് കൊടുത്താൽ മതി. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പം ജനങ്ങൾ സംശയിക്കും. ജനങ്ങൾ സംശയിച്ചാൽ LDF-ന് കിട്ടേണ്ട വോട്ട് UDF-ന് പോകും. ചിലപ്പോൾ 100-ന് 110. ഇപ്പം 110 LDF വിചാരിച്ചിരിക്കുന്നത്. ഇനിയും ബമ്പർ ലോട്ടറി VD സതീശൻ അടിക്കുമെന്ന് സംശയിക്കേണ്ട കാലമായിരിക്കുന്നു. അതാണിപ്പോൾ വരാൻ പോണത് അങ്ങനെയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് വളരെ ഗുരുതരമായ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വെട്ടിലാകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ഹൈക്കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് ഇപ്പം ജനവിധി ഇപ്പോൾ വരും. ഈ മേയിൽ വരുന്ന ജനവിധി ഒരുപക്ഷെ അയ്യപ്പനായിരിക്കും നിശ്ചയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.